അംബിക ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്തനാർബുദം അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ. സ്തനാർബുദം എന്ന മാരക രോഗത്തിന്റെ വ്യാപനത്തെ കുറിച്ചും അല്ലെങ്കിൽ അത് വരുവാനുള്ള കാരണങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാന കാരണങ്ങൾ: സ്തനാർബുദം 2022 ആഗോളതലത്തിൽ 6,70,000 മരണങ്ങൾക്ക് കാരണമായി. ലിംഗഭേദവും പ്രായവും ഒഴികെയുള്ള പ്രത്യേക അപകട ഘടകങ്ങളില്ലാത്ത സ്ത്രീകളിലാണ് സ്തനാർബുദങ്ങളിൽ പകുതിയും സംഭവിച്ചിരിക്കുന്നത്. 2022 185 രാജ്യങ്ങളിൽ 157 രാജ്യങ്ങളിലെ സ്ത്രീകളിലും ഏറ്റവും സാധാരണമായ അർബുദമാണ് സ്തനാർബുദം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും സ്തനാർബുദം ഉണ്ടാകുന്നു. സ്തനാർബുദം ഏകദേശം 0.5 to 1% പുരുഷന്മാരിൽ സംഭവിക്കുന്നത്. അസ്വാഭാവികമായി സ്തനകോശങ്ങളിൽ നിയന്ത്രിതമായി വളരുകയും ട്യൂമറുകൾ രൂപപ്പെടുകയും ചെയ്യുന്ന ഒരു രോഗമാണ് സ്തനാർബുദം. ശ്രദ്ധിച്ചില്ലെങ്കിൽ മുഴകൾ ശരീരത്തിലുടനീളം വ്യാപിക്കുകയും മാരകമായി മാറുകയും ചെയ്യുന്നു. സ്തനാർബുദ കോശങ്ങൾ പാൽനാളങ്ങൾ കൂടാതെ അല്ലെങ്കിൽ സ്തനത്തിൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോബ്യൂളുകൾക്കുള്ളിൽ ആരംഭിക്കുന്നു. ആദ്യകാല രൂപം ജീവന് ഭീഷണിയല്ല. പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താവുന്നതും ക്യാൻസർ കോശങ്ങൾ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതും അത് മുഴകൾ അല്ലെങ്കിൽ കട്ടിയുള്ള മുഴകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ആക്രമണാത്മക ക്യാൻസറുകൾ അടുത്തുള്ള ലിംഫോയിഡുകളിലേക്ക് മറ്റ് അവയവത്തിലേക്കും വ്യാപിക്കും. മെറ്റാസ്റ്റാസിന് ജീവന് അപകടകരവും മാരകവുമാണ്. വ്യക്തിയെയും ക്യാൻസറിന്റെ തരത്തെയും അതിന്റെ വ്യാപനത്തെയും അടിസ്ഥാനമാക്കിയാണ് ചികിത്സ. ശസ്ത്രക്രിയ, റേഡിയേഷൻ തെറാപ്പി, മരുന്നുകൾ എന്നിവ സംയോജിച്ചതാണ് ചികിത്സ. പ്രശ്നത്തിന്റെ വ്യാപ്തി: 2022 ആഗോളതലത്തിൽ 2.3 ദശലക്ഷം സ്ത്രീകളിൽ സ്തനാർബുദവും 6,70,000 മരണങ്ങളും കണ്ടെത്തി. പ്രായപൂർത്തിയായതിനു ശേഷം ഏത് പ്രായത്തിലും സ്ത്രീകളിൽ സ്തനാർബുദവും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും സംഭവിക്കുന്നു. എന്നാൽ പിന്നീടുള്ള ജീവിതത്തിൽ ഇത് വർദ്ധിക്കുന്നു. മാനുഷിക വികാസത്തിനനുസരിച്ച് സ്തനാർബുദത്തിന്റെ ഭാരത്തിൽ ശ്രദ്ധേയമായ അസമത്വങ്ങൾ ആഗോള കണക്കുകളിൽ വെളിപ്പെടുത്തുന്നു. ഉദാഹരണത്തിന്, വളരെ ഉയർന്ന മാനവ വികസന സൂചന HDI ഉള്ള രാജ്യങ്ങളിൽ 12 സ്ത്രീകളിൽ 1 പേർക്കും അവരുടെ ജീവിതകാലത്ത് സ്തനാർബുദം കണ്ടെത്തുകയും 71 സ്ത്രീകളിൽ 1 പേർ മരിക്കുകയും ചെയ്യുന്നു. വിപരീതമായി കുറഞ്ഞ HDI ഉള്ള രാജ്യങ്ങളിൽ 27 സ്ത്രീകളിൽ ഒരാൾക്കും അവരുടെ ജീവിതകാലത്തിൽ സ്തനാർബുദം ഉണ്ടെന്ന് കണ്ടെത്തുമ്പോൾ 48 സ്ത്രീകളിൽ 1 പേർ അത് മൂലം മരിക്കുകയും ചെയ്യുന്നു. ആർക്കാണ് അപകട സാധ്യത? സ്ത്രീലിംഗ ഭേദമാണ് ഏറ്റവും ശക്തമായ സ്തനാർബുദ സാധ്യത. സ്തനാർബുദങ്ങളിൽ ഏകദേശം 99% സ്ത്രീകളിലും 0.5 to 1% സ്തനാർബുദം പുരുഷന്മാരിൽ സംഭവിക്കുന്നു. പുരുഷന്മാരിലെ സ്തനാർബുദങ്ങളുടെ ചികിത്സയും സ്ത്രീകളുടെ മാനേജ്മെന്റിന്റെ അതേ തത്വങ്ങൾ പിന്തുടരുന്നു. വർദ്ധിക്കുന്ന പ്രായം, പൊണ്ണത്തടി, മദ്യത്തിന്റെ ഹാനികരമായ ഉപയോഗം, സ്തനാർബുദത്തിന്റെ കുടുംബ ചരിത്രം, റേഡിയേഷൻ എക്സ്പോറേഷൻ ചരിത്രം, പ്രത്യുൽപാദന ചരിത്രം, ആർത്തവം തുടങ്ങി പ്രായം, ആദ്യ ഗർഭകാലത്തെ പ്രായം എന്നിങ്ങനെ പുകയില ഉപയോഗം തുടങ്ങിയ ചില ഘട്ടങ്ങൾ സ്തനാർബുദ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ആർത്തവ വിരാമത്തിന് ശേഷമുള്ള ഹോർമോണൽ തെറാപ്പി, ലിംഗഭേദം, പ്രായം 40 വയസ്സിന് മുകളിൽ എന്നിവയൊഴികെയുള്ള തിരിച്ചറിയാൻ കഴിയുന്ന സ്തനാർബുദ സാധ്യതകൾ ഇല്ലാത്ത സ്ത്രീകളാണ് ഏകദേശം പകുതി സ്തനാർബുദങ്ങളും വികസിക്കുന്നത്. സ്തനാർബുദത്തിന്റെ കുടുംബ ചരിത്രം സ്തനാർബുദ സാധ്യത വർദ്ധിപ്പിക്കുന്നു. എന്നാൽ സ്തനാർബുദം കണ്ടെത്തിയ മിക്ക സ്ത്രീകൾക്കും രോഗത്തിന്റെ കുടുംബ ചരിത്രം അറിയില്ല. അറിയപ്പെടുന്ന കുടുംബ ചരിത്രത്തിന്റെ അഭാവം ഒരു സ്ത്രീക്ക് അപകട സാധ്യത കുറയ്ക്കുന്നു എന്ന് അർത്ഥമാക്കുന്നും ഇല്ല. പാരമ്പര്യമായി ലഭിച്ച ചില ഉയർന്ന പെനിട്രൻസ് ജീൻ മ്യൂട്ടേഷൻസ് സ്തനാർബുദ സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നു. RBCA1, RBCA2, PLAB2 എന്നീ ജീനുകളിലെ മ്യൂട്ടേഷനുകളാണ് ഏറ്റവും പ്രബലമായത്. ഈ പ്രധാന ജീനുകളിൽ മ്യൂട്ടേഷനുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയ സ്ത്രീകൾക്ക് 2 സ്തനങ്ങളും ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുക അല്ലെങ്കിൽ കീമോ പ്രിവെൻഷൻ തന്ത്രങ്ങൾ പോലെയുള്ള അപകട സാധ്യതകൾ കുറയ്ക്കാനുള്ള തന്ത്രങ്ങൾ പരിഗണിക്കാം. സ്തനാർബുദത്തിന്റെ അടയാളങ്ങളും ലക്ഷണങ്ങളെയും കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.